മെയ് 23 BSNL ഡിവിഷണൽ എഞ്ചിനീയറായി വിരമിച്ച സി പാപ്പച്ചന് ഒരു സാധാരണ ദിവസത്തിലും വലിയ പ്രാധാന്യം ആ ദിവസത്തിനുണ്ടായിരുന്നില്ല. തൻ്റെ റിട്ടയർമെൻറ്റ് ആനുകൂല്യവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൻ്റെ ഭാഗമായി നിക്ഷേപമുള്ള ബാങ്കിലൊന്ന് കയറണം. യാത്ര അന്നും പതിവ് പോലെ സന്തത സഹചാരിയായ സൈക്കിളിൽ തന്നെ. കൊല്ലം ടൗണിലേക്ക് സർക്കാർ അതിഥി മന്ദിരത്തിന് മുന്നിലൂടെയുള്ള റോഡിനോരം ചേർന്ന് സാവധാനമുള്ള യാത്ര. നിലച്ചിരിക്കാതെയാണ് പിന്നാലെ എത്തിയ കാർ സൈക്കിൾ ഇടിച്ചു തെറിപ്പിച്ചത്. കാർ നിർത്താതെ പാഞ്ഞുപോയി. അജ്ഞാത വാഹനം ഇടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചെന്നൊരു വാർത്തയ്ക്കും അപ്പുറം ഒന്നുമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങുമെന്ന സിനിമ ഡയലോഗ് പോലെ കേരള പോലീസ് ഒന്ന് ഇരുത്തി ചിന്തിച്ചെടുത്തു നിന്ന് അപകടം എന്നത് കൊലപാതകമെന്ന് തിരുത്തി എഴുതേണ്ടി വന്നു. തുരിഞ്ചിറങ്ങിയ പോലീസിന് കൊലപാതകത്തിന് പിന്നിലെ കൊട്ടേഷൻ ബന്ധം പുറത്തു കൊണ്ടുവരാൻ വിയർപ്പൊഴിക്കേണ്ടി വന്നില്ല. കൊട്ടേഷൻ 1-2 രൂപയുടെയല്ല, 15 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ നൽകിയതാവട്ടെ സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരായ സരിത. വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണമടക്കം 80 ലക്ഷം രൂപ സ്വകാര്യ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്നയാളാണ് പാപ്പച്ചൻ. ബാങ്കിലെ ജീവനക്കാരുമായെല്ലാം നല്ല ബന്ധത്തിലായിരുന്നു ആ മനുഷ്യൻ. ആ പരിചയം നന്നായി മുതലാക്കിയിരുന്നു ബാങ്ക് മാനേജരായ സരിത. പാപ്പച്ചന്റെ അക്കൗണ്ടിലെ ആ 80 ലക്ഷം തഞ്ചത്തിൽ തൻ്റെ അക്കൗണ്ടിൽ എത്തിക്കുകയായിരുന്നു സരിതയുടെ ലക്ഷ്യം. ആദ്യപടിയായി അക്കൗണ്ടിൽ ചെറിയൊരു തിരിമറി നടത്തി. അക്കൗണ്ടന്റായ അനൂപും ചേർന്നായിരുന്നു തട്ടിപ്പ്. ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിന് പലിശ കിട്ടാതായതോടെയാണ് പാപ്പച്ചന് സംശയം തോന്നി തുടങ്ങിയത്. പരിശോധിച്ചപ്പോൾ 50 ലക്ഷം രൂപയുടെ തിരിമറി. പാപ്പച്ചൻ ചോദ്യം ചെയ്തതോടെ വഴക്കായി. സംഭവം പുറത്താവുമെന്ന് മനസ്സിലായതോടെ പാപ്പച്ചനെ തീർക്കാനായി സരിതയുടെ ശ്രമം. ഇതിനായി ഒരു കൊട്ടേഷൻ പ്ലാനും തയ്യാറാക്കി. പാപ്പച്ചനെ തീർക്കാൻ കൊട്ടേഷൻ ടീമിനെ തേടിയ സരിതയും അനൂപും ചേർന്ന് ഒടുവിൽ കൊല്ലംകാരനായ അനിമോനെ ചുമതലയേൽപ്പിച്ചു. അനിമോൻ സുഹൃത്തുക്കളായ മാഹിൻ, ആസിഫ് എന്നിവർ ചേർന്ന് കൊലപാതകത്തിന് പദ്ധതി തയ്യാറാക്കി. ആദ്യപടിയായി പാപ്പച്ചനെ പ്രശ്നം പരിഹരിക്കാനെന്ന രീതിയിൽ സമീപിച്ചു. മെയ് 23 ആശ്രമ അതിഥി മന്ദിരത്തിനടുത്തേക്ക് ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി വിളിക്കുന്നു. പ്രശ്നം തീരുമെങ്കിൽ തീരട്ടെ എന്ന് കരുതി വരുന്നതിനിടെയാണ് ആ അനിമോൻ ഓടിച്ച കാർ പാപ്പച്ചനെ ഇടിക്കുന്നത്. ആശ്രമ മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം. 8 ക്രിമിനൽ കേസുകളിലെ പ്രതിയായ അനിമോനും സരിതയും മുൻപ് മറ്റൊരു ബാങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ഒരു അജ്ഞാത വാഹനാപകടമായി എഴുതി തള്ളേണ്ട കേസാണ് മികവുറ്റ അന്വേഷണത്തിലൂടെ കൊലപാതകമെന്ന് പോലീസ് തെളിയിച്ചത്.